അരിത്തമെറ്റിക് സീക്വൻസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ടേംസ് ഓഫ് ടു പൊസിഷൻസ് ഓഫ് സം അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ്. സീക്വൻസിലെ 2 ടേംസ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആ സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ് എഴുതണം. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയണം, അല്ലെങ്കിൽ സീക്വൻസിലെ ഏതൊരു ടേം അറിയണം. ഫസ്റ്റ് ടൈം തന്നെ വേണമെന്നില്ല, ഏതൊരു ടൈം പറഞ്ഞാൽ മതി. നമുക്ക് പിന്നെ കോമൺ ഡിഫറൻസ് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സീക്വൻസ് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലെ ഓരോന്നിലെയും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ 2 കോൺസിക്യൂട്ടീവ് ടേംസ് അല്ല തന്നിരിക്കുന്നത്, പകരം ഡിഫറൻറ്റ് പൊസിഷനിൽ കിടക്കുന്ന ടേംസ് ആണ്. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തേർഡ് ടേം 34ഉം 6th ടേം 67 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് വരും? 67 മൈനസ് 34 ബൈ 6 മൈനസ് 3. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 67 മൈനസ് 34 എന്ന് പറയുമ്പോൾ 33, 6 മൈനസ് 3 എന്ന് പറയുമ്പോൾ 3, ദാറ്റ് ഈസ് 11. 33 ബൈ 3 11 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ആ സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടൈം വേണം. അതായത് ഫസ്റ്റ് ടൈം വേണമെന്നില്ല, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന തേർഡ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടും തേർഡ് ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈം വെച്ചാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടൈം കിട്ടാൻ എന്ത് ചെയ്യണം? x1 ഈക്വൽ ടു x3 മൈനസ് 2d. അറിയാം, തേർഡ് ടൈമിൽ നിന്ന് 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടുക. അപ്പോൾ x3 അവിടെ തന്നിട്ടുണ്ട്, 34 തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 കോമൺ ഡിഫറൻസ് 2 × 11 ചെയ്യുമ്പോൾ 34 മൈനസ് 22 12 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് 12 ആണ്. അപ്പോൾ നമുക്ക് അതിനെ സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടൈം 12 എഴുതി, പിന്നെ കോമൺ ഡിഫറൻസ് ആയിട്ട് 11 ആഡ് ചെയ്തിട്ട് 23, 34, 45 ആൻഡ് 56 എന്ന് സീക്വൻസ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ടേം 43, 6th ടേം 76. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തുന്നു. 76 മൈനസ് 43 ബൈ 6 മൈനസ് 3, 33 ബൈ 3, 11 കോമൺ ഡിഫറൻസ് കിട്ടും. ഫസ്റ്റ് ടൈം അതിനെ കിട്ടാം x1 ഈക്വൽ ടു x3 മൈനസ് 2d. x3 അവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് x3 എന്ന് 2d കുറയ്ക്കാൻ റീസൺ. 43 മൈനസ് 2 × 11, 43 മൈനസ് 22, 21. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 21 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താം? സീക്വൻസ് എഴുതാം. ഫസ്റ്റ് ടൈം 21, കോമൺ ഡിഫറൻസ് 11 ആഡ് ചെയ്യുമ്പോൾ 32, 43, 54 ആൻഡ് 65. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ? തേർഡ് ടേം 2, ഫിഫ്ത്ത് ടേം 3 ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടാം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 3 മൈനസ് 2 ഡിവൈഡ് ബൈ 5 മൈനസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 1/2 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടൈം എന്താ വരിക? x3 മൈനസ് 2d. തേർഡ് ടൈമിൽ നിന്ന് 2d 2 കോമൺ ഡിഫറൻസ് നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ 2 തേർഡ് ടേം 2 ആണ്. 2 മൈനസ് 2 × 1/2. ഇവിടെ 2 × 2 ക്യാൻസൽ ആയിട്ട് അത് 1 ആയി മാറും. ഇപ്പോൾ 2 മൈനസ് 1 1 അല്ലേ. ഫസ്റ്റ് ടേം 1 കിട്ടി. അപ്പോൾ നമുക്ക് സീക്വൻസ് എഴുതാൻ കിട്ടാം. അതായത് ഫസ്റ്റ് ടൈം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ സീക്വൻസ് എങ്ങനെ എഴുതാന്ന് പറഞ്ഞാൽ 1 1 1.5, 2 2.5 ആൻഡ് 3. ഓക്കെ, അങ്ങനെ സീക്വൻസ് കിട്ടി. ഇനി ഫോർത്ത് വൺ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ഫോർത്ത് ടേം 2, സെവൻത്ത് ടേം 3. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ d ഈക്വൽ ടു 3 മൈനസ് 2 ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതിൻ്റെ പൊസിഷൻ 7ഉം 4 ആണ്. ഓക്കെ, 1/3 കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് 1/3 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടൈം എന്ത് വരാം? x4 മൈനസ് 3d. x4ൽ നിന്ന് 3d കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടുക. അപ്പോൾ x4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മൈനസ് 3 × 1/3, ഈ 3 3 ക്യാൻസൽ ആയിട്ട് ബാക്കി 2 മൈനസ് 1 1 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം 1 ആണ് അല്ലേ. ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. ഫസ്റ്റ് ടേം 1ൻ്റെ കൂടെ 1/3 ആഡ് ചെയ്യുമ്പോൾ 4/3 ആണ് വരിക. അതെങ്ങനെയാണ് 1ൻ്റെ കൂടെ 1/3 ആഡ് ചെയ്യുമ്പോൾ 4/3 വരിക? അതുകൂടെ കാണിച്ചിട്ടുണ്ട്. 1 പ്ലസ് 1/3. അതെങ്ങനെ ചെയ്യുക? 3 × 1 3, 3 പ്ലസ് 1 4, 4/3. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടൈം 4/3 വരും. 4/3 കൂടെ വീണ്ടും 1/3 ആഡ് ചെയ്യുമ്പോൾ 5/3 വരും. വീണ്ടും 1/3 ആഡ് ചെയ്യുമ്പോൾ 6/3 വരും. ആക്ച്വലി 6/3 ആണ് 2. 6/3 എന്ന് പറയുന്നത് 2 ആണല്ലോ. അതാണ് ഇവിടെ ഫോർത്ത് ടൈം 2 ആയിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഫോർത്ത് ടൈം 2. ദെൻ ഫിഫ്ത്ത് ടൈം 7/3. അപ്പോൾ സീക്വൻസായി 1, 4/3, 5/3, 6/3, 7/3. ഈ 1 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 3/3 എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ 3/3, 4/3, 5/3, 6/3, 7/3 എന്നും നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അഞ്ചാമത്തേത് എന്താണ്? സെക്കൻഡ് ടേം 5ഉം ഫിഫ്ത്ത് ടേം 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി ഈക്വൽ ടു 2 - 5 ഡിവൈഡഡ് ബൈ 5 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 - 5 എന്ന് പറഞ്ഞാൽ -3/3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അവിടെ കോമൺ ഡിഫറൻസ് -1 ആണ് വരിക. അപ്പോൾ ഞാനവിടെ x1 കണ്ടെത്താൻ പോവാണ്. x1 ഈസ് ഈക്വൽ ടു x2 തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ x2ൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. അപ്പോൾ x2ൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് d കുറച്ചു. അപ്പോൾ x2 എന്ന് പറയുന്നത് അത് സെക്കൻഡ് എന്ന് പറയുന്നത് 5 ആണ്. 5 - -1 ഓക്കെ, കോമൺ ഡിഫറൻസ് -1 ആണല്ലോ. അപ്പോൾ 5 മൈനസ് എന്താവും, പ്ലസ് ആവും. 5 + 1 6 ആവും. അപ്പോൾ ഫസ്റ്റ് ടേം 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അങ്ങനെ സീക്വൻസ് ചെയ്താം. ഫസ്റ്റ് ടേം 6ഉം കോമൺ ഡിഫറൻസും -1 ആകുമ്പോൾ 6 5 കുറഞ്ഞാണല്ലോ വരിക. ഓക്കെ, 6 5 4 3 2 എന്ന് സീക്വൻസ് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ തേർഡ് ടേം 5ഉം ഫിഫ്ത്ത് ടേം 2 ആണ്. ഇതെങ്ങനെ കിടക്കുന്നത്? mth ടേം n ആയിട്ടും nth ടേം m ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, താങ്ക് യു.